ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ നമുക്കിന്ന് കുറച്ച് ചക്ക കഥകൾ പറയാം. ഇത് നമ്മുടെ നാടൻ ചക്കയല്ല കേട്ടോ. ഈ ചക്കയാണ് വിയറ്റ്നാം ഏർലി ജാക്ക് ഫ്രൂട്ട്. 2.5 കൊല്ലം മുമ്പ് മണ്ണാർക്കാട് നമ്മുടെ ചീരക്കുഴി റബ്ബർ നഴ്സറിയിൽ നിന്ന് വാങ്ങിയൊരു 250 രൂപ കൊടുത്ത് വാങ്ങിയൊരു തൈയാണിത്. ഇങ്ങനത്തെ 3 തൈ വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷം കൊണ്ട്, അതായത് ബഡ്ഡിംഗ് ആണ്, ബഡ് ചെയ്ത് 3 വർഷം കൊണ്ട് കായ്ക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ 2.5 വർഷം വാങ്ങിയിട്ട് 2.5 വർഷമായി. അത് 3 വർഷത്തെ വളർച്ച ഉണ്ട് അതിന്. ഇത് വളർന്ന് കായ്ക്കാൻ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. സാധാരണ പോലെ വെള്ളവും വളവും സൂര്യപ്രകാശവും വളരെ നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ വേണം. ഞാനെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ കിച്ചണിൽ നിന്ന് പോകുന്നതും അതേമാതിരി വാഷിംഗ് മെഷീനിൽ നിന്ന് പോകുന്നതായിട്ടുള്ള വാട്ടർ ഉണ്ടല്ലോ, വെള്ളം വേസ്റ്റ്, അത് പോകുന്ന സ്ഥലത്താണ് നട്ടിരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും 365 ദിവസവും ഇതിന് വെള്ളം കിട്ടും, അതിൽ വളവും നല്ല സൂര്യപ്രകാശവും കൊടുക്കണം. സാധാരണ നമ്മുടെ നാടൻ ചക്കയുടെ പകുതി വലിപ്പമേ ഉണ്ടാവുള്ളൂ, അതിൻ്റെ ചുളയ്ക്കും പകുതി വലിപ്പം തന്നെ ഉണ്ടാവുള്ളൂ. ടേസ്റ്റൊക്കെ ഉണ്ട്. ചുള സാധാരണ ചക്കയുടെ പോലെ തന്നെ ടേസ്റ്റൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വരിക്കച്ചക്കയുടെ ഒരു ടേസ്റ്റൊന്നും പ്രതീക്ഷിക്കരുത്. എന്തായാലും നമ്മുടെ നാടനല്ലല്ലോ, വിദേശിയാണല്ലോ സാധനം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല ചുളയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇടിച്ചക്കയായിട്ട് ഉപ്പേരിക്കോ കറി വയ്ക്കാനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഈ പ്ലാവിൽ തന്നെ ഈ 3-ാം വർഷം തന്നെ 4 ചക്ക ഉണ്ടായിട്ടുണ്ട്. ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും വാങ്ങി വെച്ചോളൂ. ഈ ഒരു വീഡിയോ കണ്ടതിൻ്റെ അഭിപ്രായങ്ങൾ എക്സ്പേർട്സ് പറയുക, ഫോളോ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.